കൊച്ചി വൈപ്പിനിലുള്ള ബോച്ചയുടെ ടോഡി പബ്ബിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സീ ഫുഡ് വിഭവങ്ങളും അതുപോലെ അവിടെ വളർത്തുന്നതായ നല്ല ഫിഷും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ വളർത്തുന്ന ഒരുപാട് ഫിഷുകൾ ലൈവായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ചെയ്തു തരും. അതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്തിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയായിരുന്നു ബോച്ചയുടെ ടോഡി പബ്ബ്. ചേറായി ബീച്ച് റിസോർട്ടിൽ നിന്ന് നേരെ നമ്മൾ പോയത് കൊച്ചി ടൗണിലേക്കാണ്. കൊച്ചി ടൗണിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ബോച്ചയുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആറ് റെസ്റ്റോറൻറ്റൊക്കെ നിങ്ങളെ വൈപ്പിനിൽ മാനാട്ടുപറമ്പ് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്പോട്ടിലെത്തുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി വൈബിലൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. നമ്മൾ ബോച്ചയുടെ കള്ള് ഷാപ്പ് ആൻഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ അടിപൊളി ഫുഡ് കിട്ടുന്ന സ്പോട്ടാണ്. ഫാമിലി ആയിട്ട് ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് ഈ റെസ്റ്റോറൻറ്റ്. എന്താണ് ബോച്ചയുടെ കൂടെ തെങ്ങേറുണ്ടാവും എന്നുള്ളത് നല്ല ഫ്രഷ് കള്ള് വരുന്ന സ്ഥലം കൂടിയാണ്. മിക്സിങ് ഇല്ലാതെ കള്ള് ഇവിടെ കിട്ടും. ഇവിടെ ചോദിച്ചാൽ മതി. നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കഴിക്കാൻ ഒരുപാട് ഫാമിലീസ് വരുന്ന സ്പോട്ടും കൂടിയാണ്. ഉള്ളിൽ നല്ല ആംബിയൻസാണ്. പുറത്തും അകത്തൊക്കെ ഇരിക്കാനുള്ള സ്ഥലം ഇതിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. അതുപോലെ ബോച്ചയുടെ ഫിഷ് ഫാമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന മുഴുവൻ ഫിഷുകൾ ലൈവായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചിട്ടാണ് ഫിഷിനൊക്കെ തരുന്നത്. ഈ കാണുന്നതൊക്കെ ഫിഷ് ഫാം തന്നെയാണ്. കണ്ട ചെറിയൊരു കായൽ പോലെയൊക്കെ തോന്നും, പക്ഷെ വെള്ളം നിറച്ചിട്ട് ഫിഷ് ഫാമിൻ്റെ ഒരു ഏരിയക്ക് മാറ്റിയിരിക്കുകയാണ്. കയറി വരുന്ന ഭാഗത്ത് തന്നെ ബോച്ചുണ്ട്. അപ്പോൾ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ ഉണ്ട്. കുൽഫി സ്റ്റോറാണ്. ഇതേതാ ഫ്ലേവർ? മലായി. ഇത് എത്രാമത്തേന്ന് പറഞ്ഞാൽ? 2. ഈ കാണുന്നതൊക്കെ ബോച്ചേരി ഫിഷ് ഫാം തന്നെയാണ്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഓരോ ഔട്ട്ഡോർ സെക്ഷനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ നിരന്ന് കാണുന്നത് ഫുള്ളും ഫിഷ് ഫാമുകളാണ്. ഈ സൈഡിൽ ഇങ്ങനെയും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കായൽ പോലെയാണ്. കണ്ടാൽ കായലാ തോന്നും. അതുപോലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഫിഷ് ഫാം ഉണ്ടാക്കിയിട്ടാണ്. വരുന്നവർക്കൊക്കെ ഇവിടുന്ന് നേരിട്ട് ലൈവ് ഫിഷിങ് ചെയ്യാവുന്നതാണ്. നേരിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈയും കറിയൊക്കെ ആക്കി ചെയ്തു തരും. അപ്പോൾ അടിപൊളിയാണ് സംഭവം. ന്മാരായ ലാലു ആൻഡ് ദിലു മീനെ പിടിക്കുമോ? നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫിഷ് വിഭവങ്ങളാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. തിലോപ്പിയാണ് ഈ പൊളിച്ച മീൻ. ബോച്ചയുടെ റെസ്റ്റോറൻറ്റ് അകത്തെ ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനും അതുപോലെ കള്ള് കുടിക്കുന്നവരായ ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഫ്രീ ആയിട്ട് കഴിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് വന്നുകൊണ്ട് കഴിക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണിത്. ഭക്ഷണം കഴിക്കാൻ ഫാമിലിയായി വരുന്നവർക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഓരോ ഫിഷുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നെത്തോലി വന്നിട്ടുണ്ട്, അതുപോലെ ചെമ്മീൻ വന്നിട്ടുണ്ട്, അതുപോലെ സ്കിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്ന് കുറഞ്ഞ പോർഷൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ മീൽസും അതുപോലെ ഒരു സാമ്പാർ മാത്രമേ ഇവിടെ കിട്ടുക. അതിൻ്റെ കൂടെ ഒരു സൈഡ് ഉപ്പേരി ഉണ്ടാവും. വേറെ ഒന്നും തന്നെ കിട്ടുന്നില്ല. ബാക്കിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യേണ്ടതാണ്. നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ട ഫിഷുകളൊക്കെ ഓർഡർ ചെയ്യാം. അപ്പോൾ മീൽസ് വേണ്ടാത്ത ആളുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇവരൊക്കെ ഓർഡർ ചെയ്യുന്നത് ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കനും ആയിരുന്നു. പാൽക്കപ്പ് മാത്രമേ കഴിക്കൂ.
കഴിക്കുക മീൻകറി നല്ല എരിവില്ല മീൻകറി ആയിക്കൂടെ പാൽക്കാപ്പി യുദ്ധം കഴിഞ്ഞ മട്ടുണ്ടല്ലോ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ അടിപൊളിയാണോ അടിപൊളി പീസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ഇതിലിട്ടാൻ ആൻഡ് ലച്ചോ റൗണ്ട് സ്കിഡ് വന്നിട്ടുണ്ട്. ഡീപ് ഫ്രൈ അല്ല, തവ ഫ്രൈ ആണ്. അത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ക്രിസ്പിയൊക്കെ, ഇത് സോഫ്റ്റാണ്. വലിയ മീൻ വരുന്നുണ്ട്, അത് മുഴുവൻ തന്നെ അരിഞ്ഞുണ്ട്. തവ ഫ്രൈ എന്ന മസാല ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ടേസ്റ്റുള്ളതാണ്. ഗ്രേപ്പ് വിത്ത് സോഡ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കള്ള് കുടിക്കാൻ പറ്റാത്തവർക്കുള്ള മിക്സിംഗ് ആണിത്. മുന്തിരി സോഡയ്ക്ക് സോഡ ഒഴിക്കുക. പൊടിപ്പൊരാള് വരും. ഇതാണ് സ്പെഷ്യൽ കൂട്ട്. മുന്തിരി സോഡ പിടിക്കുന്നതിനനുസരിച്ച് ഇതൊരാൾ ഇവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. കഴിയില്ല, വയറാണോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫുള്ള് മസാലയാണോ? എവിടെ ഭയങ്കര ചൂട്. കഴിക്കോ എങ്ങനെയുണ്ട്? ചെറിയൊരു ടേസ്റ്റിന് ഒരു വളർത്തുമീൻ്റെ ഒക്കെ കുറേ മീനുകൾ ഇവിടെ വളർത്തിയിട്ടാണ് നമുക്ക് ചെയ്ത് തരുന്നത്. ഫിഷ് ഫ്രൈ ആയിട്ടും തവയായിട്ടൊക്കെ ചെയ്ത് വളർത്തു മീനാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചുവ ഉണ്ടാവും. പക്ഷേ അത്യാവശ്യം നല്ല ഫ്ലഷ് ഉണ്ട്, കഴിക്കാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. കിലോക്ക് ചുവയാണ് പറഞ്ഞിട്ടും തീറ്റക്കൊരു കുറവില്ലല്ലോ. മീനെല്ലാം ഫ്രഷാണ്, ചെറിയൊരു ചുവ ഉണ്ട് തന്നെ ഉള്ളൂ. മലായി ഫ്ലേവറാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കണതാണ്. മലായി ഫ്ലേവർ ടേസ്റ്റ് ഏതടുത്തിന് ടെൻഡർ പാളിപ്പോയോ? ടേസ്റ്റ് ഉണ്ടോ? കുറച്ച് പാളിപ്പോയത്. കുറച്ച് നേരം നമ്മൾ ഊഞ്ഞാലിലൊക്കെ ആടി അവിടുന്ന് പോയി. നേരെ പോയത് കൊച്ചിയിലേക്കാണ്. ഇപ്പം നമ്മൾ വണ്ടി കിടക്കുന്നത് ജങ്കാറിലാണ്. ഇപ്പോൾ ജങ്കാറിൽ വണ്ടി കയറ്റിയിട്ട് ഇപ്പോൾ ജങ്കാറാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈപ്പിൽ നിന്നും നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ അതിനുള്ളൊരു എളുപ്പമാർഗ്ഗം തന്നെയാണ് ജങ്കാറ്. അപ്പോൾ റോഡ് മാർഗ്ഗമാകുമ്പോൾ ഒരുപാട് ട്രാഫിക് റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ കൂടുതൽ ആളുകളും ആ ഒരു സമയം ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നത് ജങ്കാറാണ്. ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച കൊച്ചി ജൂത സമൂഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലമാണ് ജൂത ടൗണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സിനഗോഗും സിനഗോഗ് ലൈനും
ചുറ്റുമുള്ള കടകളൊക്കെ പുരാതന വസ്തുക്കൾ, അതുപോലെ കൊത്തുപണി, വിൻറ്റേജ് ശേഖരങ്ങൾ, കരകൗശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ ഇവയൊക്കെ വിൽക്കപ്പെടുന്ന ഒരുപാട് സ്റ്റോറുകളും ഇതിൻ്റെ അകത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, അതുപോലെ ഓപ്പൺ കഫേയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് സിനഗോഗ്. വളരെ മനോഹരമായിട്ടാണ് പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വിദേശികളും അതുപോലെ ടൂറിസ്റ്റുകളായ നമ്മളെ നാട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് സിനഗോഗിൻ്റെ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റിങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നി കണ്ടപ്പോൾ. ജൂത സമൂഹത്തിൻ്റെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തിലുള്ള കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ ഉള്ളിലാണ്. അതിനുശേഷം പതിവ് പോലെ ലുലു മാളിൽ നിന്ന് കയറി തിരിച്ചു പോന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.